ഹലോ ഗൈസ്. Bluetooth mode. അപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ എങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. നമ്മുടെ കിക്കിൽ കുറച്ച് ദിവസമായി നമ്മൾ കിക്കിലൊക്കെ സ്ട്രീം ചെയ്തിട്ട്, അപ്പം എല്ലാവരും ക്ഷമിക്കുക ഗൈസ്, ക്ഷമിക്കുക. നമുക്കിനി ഒരു ചെറിയൊരു കഥയാണ് പറയാനുള്ളത്. കഥയോ കഥ, പെരുത്ത കഥ, മുടിഞ്ഞ കഥ, എവിടെ പോയി? കഥ. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്തായിരുന്നു, നമ്മുടെ മൈക്രോസോഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഥകൾ അടിക്കാനായിട്ട് തുടങ്ങുന്നത്. മൈക്രോസോഫ്റ്റ്. ഓക്കെ ഗൈസ്, ആക്ച്വലി എനിക്ക് മൈക്രോസോഫ്റ്റിനെ കുറിച്ച് അങ്ങനെ വിവരമൊന്നുമില്ല. അതായത് മൈക്രോസോഫ്റ്റിന് കുറച്ചധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് വേറൊരു കാര്യം. അല്ലാതെ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതല്ല, ഒരു മനുഷ്യനേ അല്ല ഞാൻ. അപ്പം ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വേറെ പല കാര്യങ്ങളും ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് മൈക്രോസോഫ്റ്റിനെ കുറിച്ച് തുടങ്ങാം. അതായത് 2014 സത്യനാരായണ ആളുടെ നമ്മുടെ കമ്പനീൻ്റെ ഒന്ന് ഓർത്ത് നോക്കണം, ഡൈയിങ് ആയിട്ടുള്ളൊരു കമ്പനീൻ്റെ CEO ആയിട്ട് വരുന്നത്. അതിൻ്റെ കറണ്ട് വാല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 300 ബില്യൺ. ഇന്ന് അതിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് 3 ട്രില്യൻ്റെ, അതായത് 10 ഇരട്ടീൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ വാല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്ന് വിൻഡോസ് ഫോണൊക്കെ ഉണ്ടായിരുന്നു. വിൻഡോസ് ഫോണിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ചവറ് സാധനമൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണെങ്കിൽ സർഫേസ് ഉണ്ടായിരുന്നു, അതും ഫെയിലിംഗ് ആയിരുന്നു. പരിപാടിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഫെയിലിംഗ് ആയിരുന്നു. സ്റ്റോക്ക് ആണെങ്കിലോ നല്ല രീതിയിൽ ഇടിഞ്ഞ് ഊമ്പി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് അണ്ണന്മാരുടെ ആദ്യം സത്യനാരായണ വന്നു വന്നിട്ട് ആദ്യം ചെയ്തതെന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിന് അവർ ഏകദേശം $2.5 ബില്യൺ കൂടിയായിട്ടാണ് വാങ്ങിയത്. അതായത് ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഗെയിമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി എന്താണ് അതുകൊണ്ടൊരു യൂസ്? അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ആ ആൾക്കാരെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ യൂസ്? ആക്ച്വലി എന്താണ് യൂസ്? അപ്പം അതായത് ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം, ഇവർക്കൊരു സ്റ്റുഡിയോസ് ഉണ്ട്. ഈ പ്ലേ സ്റ്റേഷൻ പോലെ നമ്മുടെ ഇവൻ്റെ എന്താ പറയുക, സോണീൻ്റെ പ്ലേ സ്റ്റേഷൻ പോലെ ഇവർക്കൊരു ഇതുണ്ട്, എക്സ്ബോക്സ് എന്ന് പറയും. ആ ഒരു എക്സ്ബോക്സിൽ തന്നെ സാധനം ഈ ഗെയിമിങ് ഇവർ ഒരിക്കലും എക്സ്ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ആക്കാൻ നിന്നില്ല. പുള്ളി നേരെ ആ സാധനത്തെ എടുത്തിട്ട് നേരെ എല്ലായിടത്തും കൊടുത്തു. ഈ പ്ലേ സ്റ്റേഷനും നിനൻറ്റോണ്ടോയിലും ഇങ്ങനെ സാധനങ്ങളെല്ലാം കൊടുത്തു. അതായത് ഒന്ന് ഓർത്ത് നോക്കണം, അവരുടെ അടുത്താണ് അതിൻ്റെ റൈറ്റ്സ് ഇരിക്കുന്നത്. എന്നിട്ടാണ് അവന്മാർ ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. അത് 2.5 ബില്യന്. അപ്പം എല്ലാവരും കൺഫ്യൂസായി. സ്വന്തം ഒരു സാധനം ബൈ ചെയ്തിട്ട് അവരുടെ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെ അവർ ഉൾപ്പെടുത്താതെ വേറെ ആൾക്കാരുടെ ഇതിനകത്തേക്ക് അവർ ഇതാക്കിയേക്കുക. അങ്ങനെ കളിച്ചപ്പോൾ എന്താ, ഈ സോണീൻ്റെ ഈ സാധനത്തിലേക്കൊക്കെ വന്നപ്പോൾ യൂസേഴ്സ് എല്ലാം ആ ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പോൾ 54 മില്യൺ എന്ന് പറയുന്നത് ഏകദേശം 140 മില്യൺ. ഒന്ന് ഓർത്ത് നോക്കുക, അത്രയും വ്യൂവേഴ്സ് അതിനകത്ത് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആനുവൽ റവന്യൂ എന്ന് പറയുന്നത് 1 ബില്യനാണ്. 1 ബില്യൺ ആ ഒരു ടാക്ടിക്സ് വഴിയായിട്ട് അവർക്ക് കൂട്ടാനുമായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാം വിചാരിച്ചു ഇത് വേറെ ഒരു ടെസ്റ്റ്, അതായത് മൈൻക്രാഫ്റ്റ് വാങ്ങുന്നൊക്കെ ഒരു ടെസ്റ്റ് പരിപാടി, അങ്ങനെയൊക്കെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം എന്നൊക്കെ അവർ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവന്മാരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത്. അതായത് ഇവർക്ക് ആക്ച്വലി ആ ഒരു സാധനം ഇവർക്ക് കളിക്കാൻ കൊടുത്തത് ഈ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ യൂസേഴ്സിന് ഇവർക്ക് വേണം. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഈ മൈൻക്രാഫ്റ്റിനൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവരിങ്ങനെ ഇതാക്കിയേക്കുന്നത്. അല്ലാതെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഇവർ കടത്താതെ എന്താ പറയുക അങ്ങനെ ആക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് അവർ എടുക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കാരുടെ വിശ്വാസമൊന്നും അവരൊരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ മൈൻക്രാഫ്റ്റ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അവന്മാരുടെ പരിപാടി 2016 ഇങ്ങനെ പറന്ന് അവന്മാരെത്തിയിട്ട് അതിന് ലിങ്ക്ഡിൻ വാങ്ങി. അതായത് ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച മുന്നെയാണ് അറിയുന്നത് ലിങ്ക്ഡിൻ മൈക്രോസോഫ്റ്റിൻ്റെ സാധനമാണ്. അതായത് ഞാൻ ലിങ്ക്ഡിൻ ഏകദേശം ഇപ്പം ഞാനൊരു 1.5 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. ഞാൻ വിചാരിച്ച ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വേറെ ആരും ഉണ്ടാക്കിയുള്ളൊരു സാധനം എന്നാണ് ഞാൻ 1.5 വർഷത്തോളം വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ ഒരു 1-2 മാസത്തിന് മുന്നേ, അല്ല 1-2 ആഴ്ചയ്ക്ക് മുന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെയാണ് ആക്ച്വലി ലിങ്ക്ഡിൻ എന്നുള്ളത്. അപ്പം അത് $26.2 വെച്ച് അവന്മാർ കൊടുത്ത്, അതായത് 50% പ്രീമിയം ആയിരുന്നു അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ആ സമയത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അവരുടെ ഒരു അക്വിസിഷൻ ആയിരുന്നു ഈ ലിങ്ക്ഡിൻ വാങ്ങുക എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിച്ച് ഉമ്മാർ വലിയ പൊട്ട തീരുമാനം, എന്തുണ്ടാക്കാനാ, ഒരു ഉണ്ട ഉണ്ടാക്കുന്നില്ല. അതായത് ഇതൊരു വലിയൊരു സോഷ്യൽ നെറ്റ്വർക്കാണ്. ബട്ട്
അതല്ലായിരുന്നു. അതായത് B2B ഐഡന്റിറ്റി. അതായത് ഈ ലിങ്ക്ഡിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേയധികം ഡാറ്റാസ് ഉണ്ടാവും. അതിൻ്റെ ഫുൾ പ്രൊഫഷണൽ ഡാറ്റാസ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തന്നെ കുറേയധികം വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസ്, വീട്, അങ്ങനെ ഓരോരോ 365 അങ്ങനെ ഓരോരോ ഇത് എന്താ പറയുക, ഓരോരോ സാധനങ്ങളുണ്ട്, ആപ്സ് ഉണ്ട്. ആ ഒരു ആപ്സിൻ്റെ ഒക്കെ ഇതിനകത്തേക്ക് ആ ഒരു ആപ്സിൻ്റെ ഒക്കെ റവന്യൂ വർദ്ധിക്കാൻ വേണ്ടി ഈ ഒരു ഐഡന്റിറ്റി വഴിയായിട്ട് അവർക്ക് ഇത് ഗുണം ചെയ്യുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഗുണം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇത് ആരും അങ്ങനെ മുന്നിൽ കണ്ടില്ല. അതാണ് അതിനകത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വിചാരിക്കാം, ഈ ലിങ്ക്ഡിനും ഒന്ന് ഓർത്ത് നോക്കുക, ലിങ്ക്ഡിൻ എത്ര പേർക്ക് അറിയാം മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിലാണ്. കാരണം അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആക്ച്വലി അവർ ഇതിനകത്ത് സ്റ്റേ ചെയ്യാനായിട്ട് ഇരുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ലിങ്ക്ഡിൻ നമ്മൾ കയറുവാണെങ്കിൽ ലിങ്ക്ഡിനിൽ നമ്മൾ സെർട്ടൻ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഇത് വീടിലൊക്കെ കയറുന്ന പോലെ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഒന്നും അതിനകത്ത് വേണ്ട. അതായത് സിമ്പിൾ ആയിട്ടൊരു അക്കൗണ്ട് മതി, എന്താ പറയുക, ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് അങ്ങനെ ഇതൊക്കെ മതി. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഏകദേശം 2.9 ബില്യണിൽ നിന്ന് 15 ബില്യൺ ആനുവൽ റവന്യൂ എന്ന് പറയുന്നത് 15 ബില്യൺ ആയിട്ട് മാറി. ഇത് ഒരിക്കലും ആ ഒരു മണിയല്ല, ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു കണക്ഷൻ, അത്രയും ഡാറ്റ സെറ്റ്, അത്രയും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയധികം കഷ്ടപ്പെട്ടത്. പിന്നെ ഗിറ്റബ് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഉപയോഗിച്ചു. ഒരു വർഷത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് ഗിറ്റബ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അതായത് ഗിറ്റബ് കിട്ടില്ല സാധനമാണ്, ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് കിട്ടില്ല സാധനം. ആ സാധനമാണ് 7.5 ബില്യൺ രൂപമായിട്ട് ആക്കിയത്. അതായത് അതിൻ്റെ റവന്യൂവിൻ്റെ 30 ഇരട്ടിയാണ് കൊടുത്തിട്ട് ആ സാധനം വാങ്ങിയേക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ റവന്യൂവിനേക്കാളും മൾട്ടിപ്പിൾ ആയിട്ട് വാങ്ങിയേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഗിറ്റബ് ആണ്. ഈ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ് മൈക്രോസോഫ്റ്റ് ആദ്യമൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല തെറി വിളിക്കണം, അല്ലെങ്കിൽ അവന്മാരെ പൂട്ടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു അക്വിസിഷൻ എന്ന് പറയുന്നത് ആർക്കും അത്ര അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, 28 മില്യൺ ഡെവലപ്പേഴ്സ്, അതായത് വേൾഡിലെ 28 മില്യൺ ഡെവലപ്പേഴ്സാണ് അവരുടെ കയ്യിലേക്ക് വരുന്നത്. അതായത് ആ ഒരു അക്വിസിഷൻ വഴിയായിട്ട്. അതേപോലെ തന്നെ ആ ഒരു സമയത്താണ് 28 മില്യൺ, ഇന്നത് 100 മില്യൺ ആയിട്ടുണ്ട്. ആ 100 മില്യൺ ആൾക്കാരുടെ കോഡും ഗിറ്റബിൽ മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിലാണ് ആ സാധനം ഇരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, അത്രയും ഡെവലപ്പേഴ്സിനും അവരുടെ കോഡും അവരുടെ ഐഡിയാസ് എല്ലാം അവന്മാരുടെ കയ്യിലാണ് ഇപ്പം ഇരിക്കുന്നതെന്ന് പറയാം. ഗിറ്റബ് അവന്മാർ ഫ്രീ ആയിട്ട് തന്നെ, ഇപ്പം നമ്മൾ ഗിറ്റബ് യൂസ് ചെയ്യുകയാണെങ്കിലും ആക്ച്വലി അത് ഫ്രീ ആണ്. നമുക്കങ്ങനെ പൈസയോ അങ്ങനെ അത് ഒന്നും കൊടുക്കേണ്ട ആ ഒരു ആവശ്യമില്ല അത് ഇതാക്കുന്നവർക്ക്. പിന്നെ പ്രീമിയം ഉണ്ടാവുമായിരിക്കും, എന്തായാലും ഉണ്ടാവും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പ്രീമിയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ കോപ്പൈലറ്റിലാണ് ആക്ച്വലി പ്രീമിയം ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിറ്റബിൻ്റെ കോപ്പൈലറ്റും കൂടെ അവന്മാർ ഇറക്കി അങ്ങ് വിട്ട്. അയാൾ സാധനത്തിന് ഭയങ്കര പ്രത്യേകത, അടിപൊളി സാധനം. അതായത് നമ്മളിങ്ങനെ കോഡൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി, സാധനം തന്നെ കോഡൊക്കെ റൈറ്റ് ചെയ്ത് നമുക്കെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അടിയിൽ വരൂലേ, അതേ രീതിയിൽ തന്നെ ഈ സാധനം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് സാധനം ഇതാക്കി തരുമായിരുന്നു. അത്രയ്ക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു ഈ ഗിറ്റബിൻ്റെ ഈ ഒരു കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറും കൂടെ അവന്മാർ ഇതാക്കിയേക്കുന്നത്. കിടിലെന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഓർക്കണം, 2019, അതായത് 2016 തൊട്ട് എഐൻ്റെ ഒരു ഇത് വരാൻ തുടങ്ങിയിരുന്നു, ഒരു വേവ് ഉണ്ടായിരുന്നു. പക്ഷേ 2023 ആക്ച്വലി ChatGPT ഇത് ലോഞ്ച് ആയത്. ബട്ട് 2016 തൊട്ട് തന്നെ അതിൻ്റെ ഒരു വേവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2019 ഈ മെറ്റയും ഗൂഗിളൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു AI കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഗഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എന്താണ് അണ്ണൻ്റെ വക, മൈക്രോസോഫ്റ്റ് അണ്ണന്മാരുടെ വക അവന്മാർ നേരെ പോയിട്ട് ഓപ്പൺ ഐയിൽ ഇൻവെസ്റ്റ് ചെയ്ത്. ഒന്ന് ഓർത്ത് വെക്കണം, അന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്ക് അന്ന് ഓപ്പൺ ഐ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കമ്പനിയാണ്. ഇന്ന് അവരുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് 500 ബില്യൺ ആണ്. 500 ബില്യൺ. അന്ന് 1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് അതിനുശേഷം 2023 അത് 13 മില്യൺ ആയിട്ട് മാറി. 2023 ഇപ്പം അത് എത്ര മൾട്ടിപ്ലൈ ആയിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. അതായത് വേറെ കമ്പനിയിലെ ആൾക്കാർ ചിപ്സെറ്റ് എല്ലാം വാങ്ങി ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഇവന്മാർ പോയിട്ട് നൈസായിട്ട് സാധനം റെന്റ് ചെയ്ത്, അതായത് NVIDIAയിൽ അവർക്ക് സ്റ്റോക്ക് ഉണ്ട്. അതാണ് ഭയങ്കര ഒരു ഇൻസൈൻ ആയിട്ടുള്ള മൂവ് എന്ന് പറയാം. 2022 ChatGPT ലോഞ്ചായി ChatGPT ലോഞ്ചായി. അതായത് വിത്തിൻ 4 മാസം കൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ സാധനത്തിലും ബില്ലിങ്ങിലാണെങ്കിൽ സാധനം സെറ്റാക്കി കൊടുത്ത്, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആ ഓഫീസിൽ സാധനം സെറ്റാക്കി. ഗിറ്റബ് കോപ്പൈലറ്റിൽ ഇങ്ങനെ വെറുതെ അങ്ങ് കൊടുത്താൽ മതി, സാധനം കോഡൊക്കെ നമ്മൾ സെറ്റാക്കി. അഷ്വറിൻ്റെ ആ പരിപാടിയിലെല്ലാം, അതായത് അഷ്വറിൻ്റെ ഓരോ ഇതുണ്ടല്ലോ അതിനകത്ത് സാധനം സെറ്റാക്കുന്നത്. അതായത് ഒന്നോർത്ത് നോക്കണം, ഇത്രയും സാധനം 2022 തന്നെ
ഇവന്മാർ സെറ്റാക്കി എടുത്തു. ഇത്രയും സാധനത്തിൽ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ഇപ്പോഴാണ് ആപ്പിളിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കും, ആപ്പിളിൻ്റെ സാധനത്തിൽ പോലും ഇപ്പോൾ ഐൻ്റെ ഇൻ്റഗ്രേഷൻ ഇപ്പം വന്നുകൊണ്ടിരിക്കുക. വിത്തിൻ 2-3 വർഷം മുന്നേ തന്നെ മൈക്രോസോഫ്റ്റ് അവരുടെ ഓരോരോ സിസ്റ്റങ്ങളിൽ വരെ അവർ ChatGPTൻ്റെ ഹെൽപ്പോട് ഇംപ്ലിമെൻ്റ് ചെയ്തെന്നാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നൗസെൻസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് അത് ഹെൽത്ത് സെക്ടറിലായിരുന്നു ഇവർ ബൈ ചെയ്യുന്ന ആ ഒരു സമയത്ത്. എസ്പെഷ്യലി അവർ ഇതാക്കിക്കൊണ്ടിരുന്ന മെയിനായിട്ട് ഹെൽത്ത് സെക്ടറിലാണ്. അപ്പോൾ 2021 19 ബില്യൺ നിങ്ങൾ ഓർക്കണം, അത്രയും ബില്യൺ രൂപ കൊടുത്തിട്ട് ആ നൗസെൻസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അവരാക്കിയത്. അതിനകത്ത് 5,50,000 കൂടുതൽ അന്ന് ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാളും കൂടി കാണും. പിന്നെ 77% US ഹോസ്പിറ്റൽസും അതിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ ഡാറ്റാസും പേഷ്യൻസിൻ്റെയും അതേപോലെ ഡോക്ടേഴ്സിൻ്റെയും ഡാറ്റാസും എല്ലാ സാധനവും ഇതിനകത്ത് ഉണ്ടാവും. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡോക്ടറും പേഷ്യൻറ്റുമായിട്ടുള്ള കോൺവെർസേഷൻ എല്ലാം ലിസൺ ചെയ്ത് അത് മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെഡിക്കൽ നോട്ട്സ് ഇതാക്കുന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അമേരിക്കേൻ്റെ GDPൻ്റെ 20% എന്ന് പറയുന്ന 50 ബില്യൺ ഉണ്ടാക്കി തരുന്ന ഹെൽത്ത് കെയർ സെക്ടറാണ്. ആ ഹെൽത്ത് കെയർ സെക്ടറിലെയാണ് ഏകദേശം 77% ഹോസ്പിറ്റൽസും 5,50,000 കൂടുതൽ ആൾക്കാരും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു മാസ് എമൗണ്ട് ഓഫ് ഡാറ്റ അവർക്ക് കിട്ടിയേക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ പോലെയല്ല, അമേരിക്കയിലൊക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട പണിയാണ്. അതുകൊണ്ടാണ് ഇത്ര ഇതാക്കിയേക്കുന്നത്. അതായത് ഏകദേശം 15 മില്യണോളം ഡാറ്റാസ് ആണ് ഈ ഒരു സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തേക്കുന്നത്. ആ ഒരു സാധനമാണ് ഇവർ ഏകദേശം $19.7 ബില്യൺ വാങ്ങിയത് കഴിച്ചു. അത്രയും കിട്ടില്ല സാധനം. പിന്നെ ആ വർഷം തന്നെ 2021 8.1 ബില്യൺ കൊടുത്തിട്ട് എന്ത് വാങ്ങി? സിനിമാക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി വാങ്ങി ഗൈസ്, കമ്പനി. അപ്പം ആ ഒരു കമ്പനിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു ഏറ്റവും വലിയൊരു ഗെയിമിങ്ങിൻ്റെ ഇവരുടെ ഏറ്റവും നല്ലൊരു അക്വിസിഷൻ എന്ന് പറയുന്നത്. സോണിയൊക്കെ വിചാരിച്ച് ഒന്നോർത്ത് നോക്കണം, അന്ന് സോണീൻ്റെ ഒക്കെ റിവൽറിയാണ് സിനിമാക്സ് ഒക്കെ. അപ്പോൾ സോണിയൊക്കെ വിചാരിച്ച് ഇവന്മാരെ നമ്മൾ ഊമ്പിക്കുന്നു മൈക്രോസോഫ്റ്റുകാർ. പക്ഷേ അതൊരിക്കലും അങ്ങനെ ഊമ്പിക്കാനുള്ളതായിരുന്നു. മൈക്രോസോഫ്റ്റുകാർക്ക് വേണ്ടത് അവരുടെ അറ്റൻഷനായിരുന്നു. ആ ഒരു ഗെയിമേഴ്സിൻ്റെ ഫുൾ അറ്റൻഷനായിരുന്നു, അതേപോലെ അത്രയും വ്യൂവേഴ്സിനായിരുന്നു വേണ്ടത്. അല്ലാതെ അതിനകത്ത് പൈസയോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നല്ല അവർ ആക്ച്വലി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കമ്പനിയും കൂടെ അവന്മാർ വാങ്ങി. ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എത്രയധികം കമ്പനീസാണ്, ഗെയിമിംഗ് കമ്പനീസാണ് ഇപ്പം. ഇനി അടുത്തെന്ന് പറയാം 2020 ആക്ടിവിഷൻ ബ്ലിസാർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയും കൂടെ വാങ്ങി. അത് 68.7 ബില്യൺ എന്ന് ഓർത്ത് നോക്കുക. അത്രയും പൈസ മുടക്കി ആ ഒരു കമ്പനി വാങ്ങണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. അതായിരുന്നു ഏറ്റവും വലിയൊരു ഗെയിമിങ്ങിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി അവർ വാങ്ങിയെന്ന് പറയുന്നത്. അതായത് 21 മാസക്കാലം ഈ ഒരു ഗെയിം അക്വിസിഷൻ നടത്താതിരിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇതിനകത്ത് പണി കിട്ടി. പിന്നെ ക്യാൻഡി ക്രാഷും കോൾ ഓഫ് ഡ്യൂട്ടിയും ഇതെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. ആക്ടിവിഷൻ ബ്ലിസാർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി അടുത്തായിരുന്നു. ആ കമ്പനിയാണ് ഇപ്പം മൈക്രോസോഫ്റ്റ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പം എനിക്കിതറിയില്ലായിരുന്നു, ഈ കോൾ ഓഫ് ഡ്യൂട്ടി അതേപോലെ തന്നെ ക്യാൻഡി ക്രാഷ് ഒക്കെ ആക്ച്വലി ഇപ്പം മൈക്രോസോഫ്റ്റാണ് ഓൺ ചെയ്യുന്നത്. ഇപ്പം മൈക്രോസോഫ്റ്റ് ഓർത്ത് വെക്കും. ഈ ക്യാൻഡി ക്രാഷിൻ്റെ തന്നെ ഏകദേശം 100 മില്യൺ കോൾ ഓഫ് ഡ്യൂട്ടിക്ക് 100 മില്യൺ ഉണ്ട്, ക്യാൻഡി ക്രാഷിന് 3 ബില്യൺ ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ ഈ സാധനം എല്ലാം കടിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, 68 ബില്യൺ ഡോളേഴ്സിന്. എൻ്റെ മോനെ, ആ ഒരു കമ്പനിയിൽ ഈ ആക്ടിവിഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിൽ ഏകദേശം ഒരു മന്ത് 400 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ്. അതും ഗെയിം എന്ന് പറഞ്ഞാൽ ഈ 10 മിനിറ്റ് അല്ല 20 മിനിറ്റ് അല്ല, ചിലപ്പോൾ അത് 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും, 3 മണിക്കൂറാവും. അത്രയധികം അറ്റൻഷൻ സ്പാനാണ് മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പറന്ന് വരുന്നത്. കണ്ടോ, അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ അവന്മാരുണ്ടാക്കി. അതായത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത്രയും വലിയ അറ്റൻഷൻ കിട്ടണം, അതേപോലെ ഡാറ്റാസ്. അതിവിടെ നിന്ന് ലിങ്ക്ഡിനിൽ നിന്ന് ഇവർക്ക് ഇഷ്ടം പോലെ ഡാറ്റാസ് കിട്ടും. അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, ലിങ്ക്ഡിനിൽ തന്നെ എത്രയോളം കമ്പനീസാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവരുടെ ആ ഒരു എക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അത് വേറെ ആർക്കും ഇല്ല ആക്ച്വലി. ഫേസ്ബുക്കിനൊക്കെ ഉണ്ട് റെറ്റൻഷൻ വളരെയധികം കൂടുതലാണ്, പക്ഷേ ഗെയിമിംഗ് എന്ന് പറയുമ്പം അതിനകത്ത് കുറേ കൂടെ റെറ്റൻഷൻ കുറച്ചും കൂടെ കൂടുമെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്ക്. അതായത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും വർക്ക് അവരെന്താണോ ചെയ്യുന്നത് ആ ജോലിനെ കുറിച്ച് ഫുൾ അവരുടെ അടുത്ത് ഡാറ്റയുണ്ട്. കോപ്പൈലറ്റ് എന്ന് പറയുന്നത് ഇത് നല്ല ഇമെയിലും റൈറ്റ് ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് ഗിറ്റബ് കോപ്പൈലറ്റ് വഴിയായിട്ട് കുറേയധികം
കോഡൊക്കെ നമുക്ക് റൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഗിറ്റബ് എന്ന് പറയുന്നത്, ഗിറ്റബ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഡെവലപ്പേഴ്സും യൂസ് ചെയ്യുന്ന ഒരു സാധനം. ആ ഡെവലപ്പേഴ്സിൻ്റെ ഫുൾ കോഡ് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് അവർക്ക് എന്ത് പുതിയ സിസ്റ്റം ആണെങ്കിലും അവർക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ നഴ്സിൻസ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് മെഡിക്കൽ ടീം, മെഡിക്കൽ ഫുൾ ഹെൽത്ത് കെയർ സെക്ടറുള്ള ആൾക്കാരെ എല്ലാം അവരുടെ കൈകളിൽ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതാണ് അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവന്മാർ ഇത്രയും ഇതാക്കിയതെന്ന് പറയുന്നത്. ഊഫ്, എന്തൊക്കെയാണല്ലേ. അതായത് ഈ കോപ്പൈലറ്റ് വഴിയായിട്ട് നമുക്ക് ലിങ്ക്ഡിനിലെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഇമെയിൽസ് ഇതാക്കാൻ പറ്റും. അത് വളരെ ഈസിയുള്ള കാര്യമാണ്. കാരണം അങ്ങനെ നമുക്ക് ഇമെയിൽസ് ഇതാക്കിയാൽ റിക്രൂട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ എത്താനൊക്കെ വളരെയധികം വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതായത് ഇവരുടെ അടുത്താണ് ഇപ്പം കളികൾ കാര്യങ്ങൾ എല്ലാം കൂടെ. ഇത്രയധികം യൂസേഴ്സ് റിട്ടൻഷനാണ് ഇവർക്ക് ഇത്രയധികം വാല്യൂഷൻ. 3 ട്രില്യൻ്റെ മുകളിലേക്ക് ഇവർക്ക് ഇത്രയധികം വാല്യൂഷൻ്റെ കാര്യമാണ്. ഏകദേശം 950 മില്യൺ. ഇനി അടുത്ത ബില്യൺ എന്തായാലും അടിക്കും. ലിങ്ക്ഡിൻ പ്രൊഫഷണൽസ് അവരുടെ അടുത്ത് 100 മില്യണോളം ഗിറ്റബ് ഡെവലപ്പേഴ്സ്. അത് വലിയൊരു കാര്യം. അത്രയും ഡെവലപ്പേഴ്സ് അവരുടെ കയ്യിൽ വേറൊരു സാധനത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയും ആൾക്കാർ. പിന്നെ അതായത് അമേരിക്കയിൽ ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതലുള്ള ഡോക്ടേഴ്സ് ആക്ച്വലി അവരുടെ അടുത്താണ്. പിന്നെ ഗെയിമേഴ്സ് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഗെയിമിംഗ് എന്ന് പറയുന്ന വേറൊരു ലെവലാവാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. ഇപ്പം സൗദിയിലൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഗെയിമിംഗ് പരിപാടിയൊക്കെ തന്നെ അതിൻ്റെ ഒരു മാറ്റത്തിന് ഇതാണ്. അതേപോലെ തന്നെ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് 140 മില്യൺ. ഒന്ന് ഓർത്ത് വെക്കുക. ആ 2 ഗെയിമിങ്ങും കൂടെ തന്നെ ആയിട്ട് 540 മില്യൺ യൂസേഴ്സ് അവരുടെ അടുത്തിരിക്കുകയാണ്. അതായത് പലരുടെയും ഐഡൻറ്റിറ്റി, ഡാറ്റാസ്, റിറ്റൻഷൻ ഇതെല്ലാം കൂടെ കയറ്റിയിട്ടാണ് ഇപ്പം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇത്രയും വലിയ വിലകൾ എത്തിയത് ഗൈസ്. അപ്പം കോൾ ഓഫ് ഡ്യൂട്ടിയും അതേപോലെ തന്നെ ക്യാൻഡി ക്രഷൊക്കെ മൈക്രോസോഫ്റ്റിൻ്റെ അടുത്താണ് ഗൈസ്. അപ്പം നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചത്. ഇതാണ്ടോ ഈ ഒരു മനുഷ്യൻ ഏനെ വെച്ച് എങ്ങനെ അവൻ്റെ ഫാമിലിക്കും അവനും കുക്ക് ചെയ്യാമെന്ന് പഠിച്ചു ഗൈസ്. അതിന് യൂസ് ചെയ്തത് നമ്മുടെ പെർപ്ലെക്സിറ്റിയാണ്. ഇതാണ് അതിൻ്റെ പെർപ്ലെക്സിറ്റിൻ്റെ കോമറ്റ് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസറാണ് ആക്ച്വലി ഈ സാധനം എന്ന് പറയുന്നത്. ഇത് കിടിലം വെബ് ബ്രൗസറാണ്. മറ്റേ നമ്മുടെ ഇത് ChatGPTൻ്റെ ഒരു വെബ് ബ്രൗസർ പറഞ്ഞിട്ടുള്ള അതിനൊക്കെ റിവലറി ആയിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്നായിരുന്നു ഗൂഗിളിനൊക്കെ റിവലറി ആയിട്ട് ആക്ച്വലി അവർ ട്രൈ ചെയ്യുന്ന ഒരു നല്ലൊരു സാധനമാണ് പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ കിടിലം കമ്പനിയാണ്. ഇപ്പം 18 ബില്യൻ്റെ മുകളിലാണ് അവരുടെ വാല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സിഇഒ എന്ന് പറയുന്ന അരവിന്ദ് ശ്രീനിവാസനാണ്. പുള്ളി ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു വെബ് ബ്രൗസറുമായിട്ട് നമുക്ക് വേറെ പല ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് ഇതുവഴിയായിട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഈ സാധനം വഴിയായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് ഒരു യൂട്യൂബ് വീഡിയോയിൽ അവരെന്താണോ പറഞ്ഞാൽ അത് നമ്മൾ എഴുതിയൊന്നും എടുക്കേണ്ട, ആ സാധനം നമുക്ക് പറഞ്ഞു തന്നത്. ഇതാണ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ആ ചങ്ങായി ഓരോരോ ഇൻഗ്രീഡിയൻസും ഇതൊക്കെ ഇതാക്കിയിട്ട് വരുന്നത്. അതേപോലെ തന്നെ 2025 മെയിൽ ഏകദേശം 750 മില്യൺ സെർച്ചസ് ആണ് അവർക്കുണ്ടായത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവരുടെ എയർടെലുകാരുമായിട്ട് ഇപ്പോൾ ഒരു ഇതാക്കിയിട്ടുണ്ടല്ലോ, അത് വഴിയായിട്ട് ഏകദേശം നല്ല ആൾക്കാർ ഇന്ത്യയിൽ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 30 മില്യൺ ആണ് ഏകദേശം ഒരു ദിവസത്തെ അവരുടെ സെർച്ചായിട്ട് വരുന്നത്. കാരണം പെർപ്ലെക്സിറ്റി കിട്ടില്ലനാണ് കുറച്ചും കൂടി ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കുറച്ചും കൂടി കിട്ടും. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻസിനൊക്കെ ആണെങ്കിൽ പെർപ്ലെക്സിറ്റി ആയിരിക്കും നമുക്ക് ChatGPTനേക്കാളും കുറച്ചും കൂടെ സെറ്റായിട്ട് അവർ നമുക്ക് ചെയ്ത് തരും ആക്ച്വലി. പക്ഷെ അത്രയൊരു ഡീപ്പ് റീസണിങ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബട്ട് കുറച്ചും കൂടെ അക്യുറേറ്റ് നമുക്ക് ഇത് തരും. എന്താ ഡാറ്റാസ് അല്ല, ഒരു ഇവൻറ്റിനെ കുറിച്ചൊക്കെ അവർ തരുന്നത് ഈ ഒരു കോമറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ് ബ്രൗസർ വഴിയായിട്ട് നമുക്ക് തരാനായിട്ട് വരം. അപ്പോൾ ഒന്ന് പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിടിലൻ, ഐ ലവ് ദാറ്റ്. അങ്ങനെ കിടിലനൊരു സാധനമാണ് ഇതാ. ഇനി അടുത്തത് ഇപ്പം ആരായിരുന്നു നമ്മുടെ റീബാൻ ക്ലാസ് ഇറക്കിക്കൊണ്ട് ആരായിരുന്നു വന്നത്? നമ്മുടെ സ്വന്തം മെറ്റ വന്നിട്ടുണ്ട് ഗൈസ്. മെറ്റ വന്നിട്ടുണ്ട്. അപ്പം അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു AR ഗ്ലാസ്സസ് വിത്ത് ക്യാമറയും സ്പീക്കേഴ്സും വെച്ചിട്ട് നമ്മുടെ ആമസോൺ അത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അത് 2026-2027 ആ ഒരു സാധനം ഇറക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കണം. പിന്നെ ഇതിൻ്റെ ജയ് ഹക്ക് അതാണ് അതിൻ്റെ കോഡ് നെയിമായിട്ട് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ
അതാണ്. അപ്പൊ ആമസോൺ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആരോ ഉള്ളത്, നമ്മുടെ ജിയോക്കാരുണ്ട്, ആമസോൺകാരുണ്ട്. അപ്പൊ ഓരോരുത്തരും എങ്ങനെ എങ്ങനെ ഓരോരോ പരിപാടിയിലേക്കാണ് അവർ ഗാല് ഗാല് വൃത്തിയേക്കുന്നത് ഗായ്സ്. ഇതെന്താ സാധനം? ഗൈസ് ഇതൊരു മൊബൈൽ ആപ്പാണ് ആക്ച്വലി. ഫ്ലട്ടർ വഴിയായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആക്ച്വലി ആ സാധനം എന്ന് പറയുന്നത്. ബ്ലാക്ക് റോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് BMD ഒക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. മൈൻക്രാഫ്റ്റ് എന്നാ മൈൻക്രാഫ്റ്റ് എന്റെ മോനെ സീന് ഗൈസ്. വിഡ്ജറ്റ് ആർ ഫ്രം സ്റ്റേസ്. ഓഹ് സീൻ സാധനം. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും സീനാണ്. എന്റെ അമ്മോ കിട്ടില്ല സാധനം. എന്റെ അമ്മ മൈൻക്രാഫ്റ്റ് ബിൽഡ് ചെയ്ത പുള്ളിയാണിത്. ഓ മാർക്കസ് പേഴ്സൺ. എൻ്റെ മോനെ പുള്ളി ആക്ച്വലി ഒരു കോഡറാണ്. പുള്ളിൻ്റെ റൂം വെച്ചിട്ടാണ് പുള്ളി മൈൻക്രാഫ്റ്റ് ബിൽഡ് ചെയ്തേക്കുന്നത്. എൻ്റെ അമ്മ ഒരാടും ഇല്ല, പബ്ലിഷേഴ്സും ഇല്ല, ഒന്നുമില്ല. അത് ഫുള്ളൊരു ജസ്റ്റ് ഇമാജിനേഷൻ വഴിയാണ് പുള്ളി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം. എൻ്റെ മോനെ സീൻ ചങ്ങായി. എല്ലാ ദിവസവും 1500 മുകളിലാണ് കോപ്പീസ്. 2014 ഇങ്ങനെ അങ്ങനെ 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 ആക്കിക്കൊണ്ട് 40 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അടിപൊളി. 15,000 കോപ്പീസാണ് എവറി സിംഗിൾ ഡേ. അപ്പം നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടും. ഓ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് കിട്ടില്ല. ആ പ്രഷർ, അത്രയും പ്രഷറാണ് പുള്ളിനെ ഇതാക്കിയേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മാർക്കസ് ലോഡ് സൂട്ട്സിനോ അതേപോലെ തന്നെ ഒരു ബോസ് ആവാനാണ് പുള്ളിക്ക്. ആ പുള്ളിക്ക് ഗെയിംസ് എല്ലാം ഇതാക്കണം എന്നായിരുന്നു പുള്ളിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പുള്ളിക്ക് ഒരു എംപയർ അങ്ങനെ റൺ ചെയ്യാനൊന്നും പുള്ളി ആഗ്രഹിക്കുന്ന പോലൊന്നുമില്ല. എൻ്റെ മോനെ, അതായത് പുള്ളിക്ക് മോജാങ്ങിലുണ്ടായിരുന്ന ആ ഒരു ഷെയറൊക്കെ പുള്ളി വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് മൈക്രോസോഫ്റ്റ് വിളിക്കുന്നത്. 2.5 ബില്യൺ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ 2.5 ബില്യൺ ടേബിളിൽ. എൻ്റെ അമ്മ 1.6 ബില്യൺ ക്യാഷ് ആയിട്ട് പുള്ളി മാറി. പുള്ളി പിന്നെ റിച്ച് ആയി പോകുന്നവനെ. ഈ ഔട്ട്ഫിറ്റ് ബിയോൺസ് ആൻഡ് എഴുന്നൂരും പാലസിലേക്ക് അവർ വിളിച്ചിട്ടാണ്. എൻ്റെ മോനെ, അതായത് ആ LA ഹൗസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അതേപോലെ തന്നെ ഇഷ്ടംപോലെ റൂംസ്, കാർസ്, സിറ്റീൻ്റെ വ്യൂസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. 70 മില്യൺ ആണ് അവർ ആക്ച്വലി അതിനായിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പുള്ളീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളി വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മോ, അതായത് പുള്ളിൻ്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ പുള്ളിക്ക് ആ ഒരു ഐസൊലേഷൻ ആയിരുന്നു. അതായത് പുള്ളിൻ്റെ കയ്യിലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ എന്തിനെങ്കിലും വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പുള്ളിൻ്റെ ആ ഒരു ചിന്തയൊക്കെ ഇല്ലാതായെന്ന് തന്നെ പറയാം. അതായത് പുള്ളിക്കിൻ്റെ കയ്യിൽ ഫുള്ളും ഇതാണ് മണി ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക്
ദ റീസൺ ടു ലീവ് അത് പുള്ളിക്ക് നഷ്ടമായി എന്നുള്ളതാണ്. റീസൺ ടു ബി ദർ അങ്ങനത്തെ ഒരു പരിപാടി. അതായത് പുള്ളി വിചാരിച്ചുകൊണ്ടിരുന്നത് മണി എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ആക്ച്വലി ഇല്ല. അത് മണി ചിലപ്പം ചില എക്സസീവ് ആയിട്ടുള്ള മണീസ് ചിലപ്പം പർപ്പസൊക്കെ ആയിരിക്കും ഇല്ലാതാക്കുന്നത്. പുള്ളി വേറെ വെഞ്ചേഴ്സിന് പോയി, പാർട്ടീസിന് പോയി, ഇൻവെസ്റ്റ്മെന്റിന് പോയി, പിന്നെ പുതിയ ഗെയിംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കി. പക്ഷെ പണ്ടത്തെ പോലെ ആ ഒരു ഫയറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ട്രഗിളും ഇല്ല. പുള്ളിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ആ ഒരു മീനിങ് തന്നെ നഷ്ടപ്പെട്ടു. അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും ഒരു പിടിയില്ല. അതായത് ഓർത്ത് വെക്കുക. അതായത് പുള്ളിയാണ് അമ്മാതിരി കിട്ടുന്ന ഒരു സാധനം ചെയ്തിട്ട് $2.6 ബില്യൺ മൈക്രോസോഫ്റ്റിന് കൊടുത്തത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളിക്ക് കുറേയധികം ക്യാഷൊക്കെ കിട്ടി. പക്ഷെ ആ ഒരു ഫൈറ്റ് ചെയ്ത് ഇതാക്കാനുള്ള ആ ഒരു, അതായത് പുതിയൊരു ക്രിയേറ്റീവായിട്ട് വേറൊരു അഡീഷണൽ ആയിട്ട് പുതിയ ഫീച്ചേഴ്സും കൂടെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഉള്ളിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് പുള്ളിക്ക് നഷ്ടപ്പെട്ടു. യെസ് ഗൈസ്, ഇതിനകത്ത് സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മിഷൻ. അതാണ് അതിനകത്ത് പുള്ളി പറഞ്ഞത്. ഓക്കെ, പുള്ളീനെ കണ്ടില്ലേ, ആ അത്രയൊരു മനുഷ്യന്, പുള്ളിക്ക് വരെ ഐസോലേറ്റഡ് ആയിട്ട് ഇന്ത്യ ആയിട്ടും ഈ ഒരു കിടിലൻ ഗെയിം ഉണ്ടാക്കിയ മനുഷ്യനാണ്. പുള്ളിക്ക് വരാൻ അതൊന്ന് ഓർത്ത് നോക്കുക. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മിഷൻ. യെസ്. Now who did this? ഗൈസ് ഇപ്പോൾ സീനാണ് ഗൈസ്. ഇപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടത് ഓറഞ്ച് നിറമുള്ള സാധനമാണ്. ഓറഞ്ച് നിറമുള്ള ഐഫോണാണ് ഇപ്പോൾ എല്ലായിടത്തും കാര്യം. അതായത് ഇന്നലെ വരെ മറ്റേ ഇതിനകത്ത് ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അവരിങ്ങനെ ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ പറയുന്നതാണ്. ആ ഇംഗ്ലീഷ് ചാനലിൽ വരെ ന്യൂസ് ആയിരുന്നു, ഈ ഒരു ഓറഞ്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഫുള്ളടി, ഐഫോണിന് വേണ്ടിയിട്ട്. എൻ്റെ ആ മോനെ സീനെന്ന് പറഞ്ഞാൽ പോലെ ഒരു ഓറഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു അന്നത്തെ ആ റിലീസിൻ്റെ സമയത്തുണ്ടായിരുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, എല്ലാവരും ഉണ്ട്. മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ഉണ്ട്. സീൻ എന്ന് പറഞ്ഞാൽ പോരെ ഗൈസ്. മിസ്റ്റർ ബീസ്റ്റ് मैं वैसे भी ठीक लगा रहा हूँ नहीं लगा रहा हूँ, पर आपको एक एग्जांपल देता हूँ शार्क टैंक का. एक कंपनी थी लेट्स ट्राई, वो भुजिया बनाती है. भुजिया पता है? भुजिया तो चिप्स और भुजिया बनाती है. ज़्यादा हेल्दी नहीं है, हेल्दियर है, अनहेल्दी भी नहीं है, ठीक है, बीच में कहीं है. तो उसमें मैंने अपने 12 लाख रुपए लगाए थे, 12 लाख इंडियन रुपीज, राइट. और आज वो 12 लाख के 2 साल में लेट्स ट्राई सीजन 1 की पिच है, 12 लाख के मैंने 12 करोड़ बना लिए. 12 लाख के 12 करोड़, 100x. और वो बंदा अकेला, मुझे 100% गारंटी है, वो 12 करोड़ की मुझे 100 करोड़ बना के देगा. मतलब उसमें इतना दम है. और वो अगर 12 करोड़ भी बना देता है ना, जो ऑलरेडी मेरे को ऑफर आया हुआ है, अगर वो 12 करोड़ होगा ना, तो दैट इज इक्वल टू ऑल माय 3 years ऑफ इन्वेस्टमेंट. ഗൈസ്, എനിക്ക് ഹിന്ദി ഒന്നും തന്നെ മനസ്സിലായില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. 12 ആക്കിയിട്ടുണ്ട്. അത്ര എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. അല്ലാതെ എനിക്ക് I never know. Don't tell people about your problems. Yeah. You know that 90% of people don't care. And the other 10% are glad you got them. Me and the devil. Focus on you. Walking side by side. That is what exponential progress looks like. 2001 iPod എൻ്റെ ആ മോനെ ഒന്നോർത്ത് 2001 ഈ സാധനം ഇതാക്കിയേക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് 1000 സോങ്സ് ആണ് അവരുടെ കയ്യിൽ. അതായത് അവർക്ക് ആ ഒരു സമയത്ത് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് റേഡിയോസ് എന്ന് പറയുന്നത് വളരെയധികം
ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന വളരെയധികം കാര്യങ്ങളായിരുന്നു. ആ ഒരു റേഡിയോസിനെയൊക്കെ ഇതാക്കിയിട്ടാണ് ഇപ്പം ഐപോഡ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി. അതിനകത്ത് 1000 സോങ്സ് ഉണ്ട്. ബട്ട് ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് 2020-2060 മില്യൻ്റെ മുകളിലാണ് സോങ്സ് വരുന്നത്. അത്രയും സാധനങ്ങൾ ഇപ്പം നമ്മുടെ അടുത്ത് 60 മില്യൺ സോങ്സ് മാത്രമല്ല, ഇപ്പം നമ്മുടെ അടുത്ത് എന്തൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, സ്ട്രീമിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. മാറ്റമേ മാറ്റം, എല്ലാം മാറ്റം. ഇനി പ്ലംബേഴ്സിന് വേണ്ടി ജെൻസൺ ഹാങ് ആണല്ലോ, സോറി, ജെൻസൺ ഹാങ് പ്ലംബേഴ്സ്. If you're an electrician, you're a plumber, if you're a carpenter, we're going to need hundreds of thousands of them to build all of these factories. And the skilled craft segment of every economy is going to see a boom. You're going to have to build, you're going to have to keep doubling and doubling and doubling and doubling and doubling every single year. And I think that you're going to be building out AI infrastructure here in UK for a decade. For an economy that is struggling at the moment, what are the risks for the UK if we don't grasp this opportunity? Just as the last industrial revolution, the reason why it came about was because you needed it. And so the industrial revolution that started here in the UK came out of need. You need it now too. If you're an electrician, you're a plumber. കാര്യം സിമ്പിളാണ്. ഇവർക്കിപ്പം ഇത്രയധികം ഡാറ്റാ സെൻറ്റേഴ്സ് അതേപോലെ തന്നെ AI ഹബ്സ് ഒക്കെ നിർമ്മിക്കണമെങ്കിൽ ഇവർക്ക് ആരെയാണ് വേണ്ടത്? റോബോട്ടുകൾ വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഇവർക്ക് ഇഷ്ടം പോലെ കാർപ്പൻറ്റേഴ്സ് വേണം, അതേപോലെ പെയിൻറ്റേഴ്സ് വേണം, ബിൽഡേഴ്സ് വേണം. അങ്ങനെ ഇത്രയധികം ആൾക്കാർ ഇവർക്ക് വേണം. അതായത് ട്രംപ് വരെ പുള്ളീൻ്റെ ലാൻഡും അതേപോലെ തന്നെ ഗവൺമെൻറ്റ്സിൻ്റെ ലാൻഡ് വരെ പുള്ളി അലോക്കേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു AI റേസിന് വേണ്ടി ചൈനേനെ പൊട്ടിച്ച് ഇവിടെ നമ്മളെ അമേരിക്ക എത്താൻ വേണ്ടി പുള്ളി വരെ അലോക്കേറ്റ് ചെയ്യണം. അത്രയും അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, അത്രയും സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ അത്രയും ആൾക്കാരെ വേണം. അതാണ് പുള്ളി സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പോകാവുന്നതാണ്. പക്ഷേ ട്രംപ് സമ്മതിക്കുക എന്നുള്ളതാണ് പ്രശ്നം. പുള്ളി ഇപ്പം ഒരു പണി പടുതേക്കാണ്. മറ്റേ ഇപ്പം തന്നെ അവിടുത്തെ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പുള്ളീൻ്റെ വക വേറൊരു പണിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം വി നീഡ് ദാറ്റ്. അത്രയും അധികം ആൾക്കാരെ എല്ലാം നമുക്ക് വേണം മക്കളെ. വീണാതെ നമുക്ക് പറ്റൂല മക്കളെ. ഗൂഗിൾ പിക്സല് ഫോറക്സ് സ്പീഡോ ഇതിനകത്ത് ആരാ ജയിക്കുക ഗൈസ്? ആടാ ഉള്ളിലടാ. ഓ സോറിടാ, സോറി. ഗൈസ് സോറി കേട്ടോ ഗൈസ്, ഇവിടെ ഒരു അർജൻറ്റ് പണി വന്നതാണ് ഗൈസ്. ആര് ജയിക്കും, ആപ്പിൾ ഓർ സാംസങ്? ഹൂ വിൽ വിൻ? ഓ അപ്പം കണ്ടില്ല ആര് ജയിച്ചെന്ന്. അപ്പം അപ്പം മനസ്സിലായില്ല ഗൈസ്. യു ഗെറ്റ് ടു നോ അബൌട്ട് ദാറ്റ്. ഇതെന്ത് സാധനം? കോഡെക്സ് അവരുടെ ഇപ്പോൾ ഒരു നല്ലൊരു കോഡിങ് സാധനമാണ് ആക്ച്വലി. അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെയാണ് അവന്മാരിപ്പം ഇതാക്കിയേക്കുന്നത്. കോഡെക്സ് നല്ല കിട്ടുന്ന സാധനമാണ്. ഡെവലപ്പേഴ്സ് എല്ലാവരും ഇതാക്കുക. LG സ്മാർട്ട് മോണിറ്റേഴ്സ്. ഓ സീൻ എൻ്റെ മോനെ. എൻ്റെ മോനെ 32 ഇഞ്ചാണ്, 4K ഉണ്ട്, വെബ് വോയിസ്. ഓഫ്
സീൻ സാധനം കേട്ടോ, കിട്ടിയില്ല ഐറ്റം. എൻ്റെ അമ്മ, കിട്ടിയില്ല സാധനം. ഇതാ എൻവിഡിയ ഇന്നലെ പറഞ്ഞല്ലോ, എൻവിഡിയ ഇന്റലിൽ ഇതാക്കിയിട്ടുണ്ട്. അപ്പം AMDന്റെ സ്റ്റോക്ക് ഇപ്പം ആണെങ്കിൽ ഡിം 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 ഡിം. എന്നാ പോയിട്ടുണ്ട് ഗായ്സ്, എന്നാ പോയിട്ടുണ്ട്. ജാക്ക് ഫ്യൂജിമാനൊക്കെ ആണല്ലോ. Hey Rollo, it's good to see you too. How are you, man? I'm all right. So, I mean, you're getting an award tonight for contribution to film and stage. Yeah. I mean, how do you feel about that? And what do I you feel good, but Rollo, I'm sorry, man. We go way back. I used to teach you at a high school in PE, and I want to know how your physical education is progressing. It's very important to me. You guys don't know that, but this man here, yes, I used to teach you at Uppingham School in London. Yes, that's right. Oh, no. How is your education going? Oh, it's going Did I great. set you up for life? Oh, yes, definitely. Yeah. Definitely. I run Anyway, Yeah. back to the festival. You've got a nice shade of red there, Rollo. Thank you. Now, of course, I mean, like, we've seen you as Wolverine doing a Berserker Rage, and in this, you're very, very angry. I mean, Yep. in reality, what makes you angry? I mean, what? You know what makes me angry, Rollo? You know, students who don't really listen. Oh, no. No, it's the kind of student who don't bring their kit. You know, the kind of students who don't jump in the pool and I tell them to jump in. That's what makes me angry, Rollo. In fact, I'm remembering you more and more. Oh, no. I have to pass over. This is... Love you. എൻ്റെ മോനെ, പുള്ളി അവിടെ ഒരു ടീച്ചറാണ് ആദ്യത്തെ, ഹ്യൂ ജാക്ക്മാൻ. When he was 15, Jensen Huang worked as a dishwasher at Denny's. As a 30-year-old, ഗൈസ്, നിങ്ങൾ ഈ പുള്ളീൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലായിട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഡെന്നിയിൽ ഡിഷ് വാഷറായിട്ട് ആക്ച്വലി ജോലി ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളീൻ്റെ പോർട്ട്ഫോളിയോ, ലിങ്ക്ഡിനുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന കിട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു എൻവിഡിയ പുതിയ ഒരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി. electrical engineer, married with 2 children, he and 2 friends, NVIDIA co-founders Chris Malachowski and Curtis Preem, envisioned a whole new way of processing video game graphics. So we came here, right here to this Denny's, sat right back there, and the 3 of us decided to start the company. Frankly, I had no idea how to do it, and nor did they. None of us knew how to do anything. Their big idea? Accelerate the processing power of computers with a new graphics chip. Their initial attempt flopped and nearly bankrupted the company in 1996. And the genius of the engineers and Chris and Curtis, we pivoted to the right way of doing things. And created their groundbreaking GPU. The chip took video games from this എൻ്റെ to അമ്മ, this today. എന്തുവല്ലേ അവരുടെ ആ ഒരു GPUs ഒക്കെ കിട്ടിയില്ല സാധനം എന്ന് പറഞ്ഞാൽ പോലെ. ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇതെന്നാ 1 വീക്കും മുന്നേ ഉള്ളതാട്ടോ ഗൈസ്. അതായത് എൻവിഡിയ 4.3, മൈക്രോസോഫ്റ്റ് 3.8, ആപ്പിൾ 3.5, അതിനുശേഷം ഗൂഗിൾ 3.1, പിന്നെ ആമസോൺ 2.5, മെറ്റ 1.9, പിന്നെ അതെന്താ EVGO എനിക്കറിഞ്ഞില്ല. TSMCക്ക് ആണെങ്കിൽ 1.4, പിന്നെ ടെസ്ലയ്ക്കാണെങ്കിൽ 1.4 ഉണ്ട്, പിന്നെ ബർക്ക്ഷയർ ഹാർവേസിനാണെങ്കിൽ 1.1. ഇതാണ് ഒരാഴ്ച മുന്നേ ഉള്ള അവരുടെ ഇത്. അതിൻ്റെ ഓരോരോ ഇത്. ഓ നോക്കിയ മോനെ, നോക്കിയ അതൊരു ഇതാണ്. ബ്ലാക്ക്ബെറി. ഗൈസ്, ഈ ഒരു സാധനം ഓർമ്മ വരുമ്പം പണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരു ചെറിയൊരു നോക്കിയൻ്റെ മൊബൈൽ ഉണ്ടായിരുന്നു. അതിനകത്തായിരുന്നു പണ്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 1-ലും 2-ലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതാണ് എനിക്ക് നോക്കിയനെ കുറിച്ച്. ഈ ബ്ലാക്ക്ബെറി ആണെങ്കിൽ ഞങ്ങളുടെ 9ാം ക്ലാസ് പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, CP സാർ എന്ന് പറയും. അന്നാണ് പുള്ളിൻ്റെ അടുത്ത് ഈ ബ്ലാക്ക്ബെറി മൊബൈൽ ആ ഒരു സമയത്ത് പുള്ളീൻ്റെ അടുത്തുണ്ട്.
അതിനകത്താണെങ്കിൽ ഈ സ്വിച്ചുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു പുള്ളി ഇങ്ങനെ മൊബൈലെടുത്ത് യൂസ് ചെയ്യുന്നൊക്കെ സമയത്ത്. ആ സമയത്ത് നമ്മൾ ടച്ചൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ബ്ലാക്ക്ബെറി കാണാൻ കുറച്ചും കൂടെ രസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ആക്ച്വലി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. വളരെ കിടിലൻ ലൈറ്റ് ആയിരുന്നു ബ്ലാക്ക്ബെറി. It's loaded with cool new features, like center stage for photos and dual capture, which lets you record the scene and your reactions at the same time. Both features are available on every new iPhone. സാംസങ് S21 Ultra 5G. സീന് ഗൈസ്, സീന്. എൻവിഡിയൻ്റെ അടുത്തുണ്ടായിരുന്നു. എൻവിഡിയ 90 മില്യൺ വെച്ചിട്ട് ഹയർ ചെയ്യാൻ നോക്കും ഒരു ഏജ് ചിപ്പ് സ്റ്റാർട്ടപ്പിന് ഗൈസ്. ഇവിടെയാണ് അവർ ഹയർ ചെയ്യാനായിട്ട് നോക്കുന്നത്. ആ കമ്പനിയുടെ പേര് എൻഫ്രാബിക്ക, അതാണ് കമ്പനിയുടെ പേര്. അവർ ഏകദേശം 90 മില്യൺ കൂടി കിട്ടും അവരുടെ അടുത്താണ്. ഇപ്പോൾ ഇന്റലിൽ ഇത് അടുത്ത് ഇതിനകത്തേക്ക് അവന്മാർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഇങ്ങനെ ഓരോരോ കളിക്കളത്തിലേക്ക് എൻവിഡിയ ഇങ്ങനെ കുതിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 90 മില്യൺ ആണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. 90 മില്യൺ. സ്റ്റാർലിങ്ക് എനേബിൾഡ് സ്മാർട്ട് ഫോൺസോ settings could be my god, Starlink robotics. Zaza most popular laptop brands in the US. 2014 കേട്ടോ. HP എൻ്റെ അമ്മോ 32% HP, ആപ്പിൾ 28, ഡെൽ 24, ഈസർ 14, ലെനോവോ 12, സാംസങ് 12, മൈക്രോസോഫ്റ്റ് 10. ഗൈസ് ഞാൻ ഇന്നാണ് ആക്ച്വലി അറിയുന്നത് ഈ മൈക്രോസോഫ്റ്റിന് അവന്മാർക്ക് സ്വന്തമായിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ട്. അതിന് നല്ല വിലയുണ്ട് ആ സാധനങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പായിട്ടും ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനവും മൈക്രോസോഫ്റ്റ് ഇറക്കുന്നുണ്ട്. ആ പേര്, അതിൻ്റെ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ ഞാൻ ഈ അടുത്താണ് ആക്ച്വലി അറിയുന്നത് പോലും. പിന്നെ അസ്യൂസ് എന്ന് പറയുന്നത് 9%, പിന്നെ ടോഷിബ 5%, ഏലിയൻവെയർ 4%, അതേഴ്സ് 15%. എന്നാലും HP ആണല്ലോ ഗൈസ്. എൻ്റെ ആ മോനെ എച്ച് പി ഒരു കേട്ടോ. ഞാൻ വിചാരിച്ചത് ആദ്യം ആപ്പിൾ ആയിരിക്കും. അവിടെയൊക്കെ അല്ലേ, ഇവിടെയൊക്കെ ആണെങ്കിൽ HP ഒക്കെ ആയിരിക്കും. അവിടെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ആപ്പിളൊക്കെയാണ്. ഓരോരോ ഐറ്റംസ്. പിക്സല് എൻ്റെ ആ മോനെ പിക്സല് അത്ര ഇതാണെന്ന് പറഞ്ഞത്. നല്ല പാട്ട്. പിന്നെ അടുത്തേതാ 17 Pro Max. എടുത്തിട്ട് പടാ ഇവിടെ അടുത്ത് പനെ കൊണ്ട് നോ ഡ്യൂഡ് നോ. സാംസങ് എൻ്റെ മോനെ കിട്ടില്ല. എന്നാ മാറ്റല്ലേ എൻ്റെ ആ മോനെ. കിട്ടില്ല സാമാനം, കിട്ടില്ല. Wow. The theme is Psycho Rolex. The theme is ഓരോരോ മാറ്റങ്ങൾ. നോളൻ ക്രിസ്റ്റോഫർ നോളൻ.
My life is like a Christopher Nolan movie. I don't really understand what's going on. What would you tell him or her? I'd say don't try to understand it, just feel it. ഗൈസ് അത് കിട്ടില്ലെന്നൊരു വേർഡാട്ടോ. എന്തായിരുന്നു പറഞ്ഞത്? ജസ്റ്റ് ഫീൽ ഇറ്റ്, ഓക്കെ, നോട്ട് ടേക്ക് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. My life is like a Christopher Nolan movie. I don't really understand what's going on. What would you tell him or her? I'd say don't try to understand it, just feel it. Don't try to understand, just feel it. Ooh, whoa, 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 ഗൈസ്, അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിയുകയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രികൾ, ശുഭദിനം. എന്താ കാരണം നിങ്ങൾക്കാണ് ഇതൊരു സാധാരണ മരണം അല്ലെങ്കിൽ കൊലപാതകം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളറിയ മരിച്ചതല്ല, സമാധിയായതാണ്. സമാധിയോ? അതെ, സമാധി, നിത്യസമാധി. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? എന്ത് പറയും? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാണ്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ. മാഡം, എന്തുകൊണ്ടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ശ്രമിച്ചത്? അതെ, അതിന്റെ പവർ പോലെ. കാരണം നിങ്ങൾക്കാണ് ഓരോരോ സമാധികൾ. നമുക്കിനി എല്ലാം അങ്ങ് പറിച്ചു നടാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രികൾ നേരുന്നു.